വാലേക്കുസ്സലാം. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. വീടിൻ്റെ വാലേക്കുസ്സലാം വീടിൻ്റെ അങ്ങനെ അതാ ഓല് രണ്ടാളും സ്കൂൾക്ക് പോയി കേട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും പത്തിരിയും ചായയും കുടിച്ചാൽ വിചാരിച്ചു. ഇന്ന് പത്തിരിയും ഉരുളങ്ങ കറിയാണ് കേട്ടോ. പിസമോൾ ഇവിടെ അങ്ങനെ ഉണ്ട് ഓരോ ഒച്ച ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള പത്തിരി ഒരു 5-6 ഉണ്ട്. ആണെങ്കിൽ ബാക്കിയാക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ആട് തിന്നാണ് കേട്ടോ. അപ്പം ഇനി ഇത് തിന്നിട്ടാണ് ബാക്കിയുള്ള പരിപാടിയൊക്കെ ഉള്ളത്. നല്ലൊരു മഴയും കാറ്റും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ മുമ്പ് നമുക്ക് വല്ലതൊക്കെ തിന്ന് പള്ളയിലാക്കി കുത്തിരിക്കുക അവിടെ. ഇന്നിപ്പം ഒരു വീഡിയോ എടുക്കാനൊരു മൂഡ് കുറഞ്ഞൊരു ദിവസമാണ്. എന്താ വേണ്ടി ചായ ആണോ? ചായ വേണോ? അങ്ങനെ അതാ ഓക്കുള്ള ചായ ഞാൻ പാലുകുപ്പിയിലാക്കിയിട്ട് കൊടുത്തുക്കണം കേട്ടോ. ഓളതവിടെ കുടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഞാനത് കുടിച്ചിന നേരം കൊണ്ട് ഞാൻ വല്ല തിന്നട്ടെ, അല്ലെങ്കിൽ പിന്നെ എന്നും തിന്നാനേക്കില്ല. ഓള് കസാലൻ്റെ ബാക്കിലും മടിയിലൊക്കെ കയറി മറിഞ്ഞ് ആകെ എന്നെ തിന്നാനേക്കാത്ത രീതിയിലാക്കി വെക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് തിന്നിട്ട് കാണാം കേട്ടോ. അപ്പോൾ അതാ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ മക്കളൊക്കെ സ്കൂൾക്ക് പോയതിന് ശേഷമാണ് കേട്ടോ ഈ മഴ പെയ്യുന്നത്. അതും വലിയ കിട്ടലുണ്ട്. അപ്പോൾ അതേപോലെ ഒട്ടിക്ക് പോവാണ്. മോളെ ബാ പോര്, വാതിലടിച്ചാളാ. നമ്മൾ അടുക്കള ഭാഗത്തേക്ക് പോവാം. നമ്മൾ തീ പിടിപ്പിച്ച് എന്തായി പോയി വെക്കുക. വാ ഇന്ന് വാ, വാതിലടക്ക് ഡീ. ഇത് മോളെ വാതിലടിച്ചാളാ. മഴയുണ്ട്. വാതിലടിച്ചാളാ. വാതിൽ അമർത്തിക്കൊടു. വാതിലടക്കാതെ കുറ്റിയുടെ പൊട്ടത്തി. എല്ലാവരും പോയാണ്. പുറത്ത് നല്ല മഴയാണ് കേട്ടോ. പാത്രമൊക്കെ കഴിക്കാനുണ്ട്, കുറേ പണികളുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും പണികളൊക്കെ തുടങ്ങിയിട്ടൊക്കെ. നല്ല കാറ്റ്, നല്ല മഴ. ഈ പൂച്ച ഇട്ടിരിക്കാണ്ടല്ലോ. ഈ പൂച്ച എപ്പോഴും ഇവിടെ ഉണ്ടാവും. നല്ല മഴയുണ്ട്, നല്ല കാറ്റും മഴ ഇടിയൊക്കെ ഉണ്ട്. ഈ പൂച്ചയൊക്കെ പോയോ? തീ പിടിപ്പിച്ചിട്ടൊക്കെ ആ തീയൊക്കെ എൻ്റെ ബാക്കിൽ തന്നെ പോന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ രണ്ടാമത് കത്തിക്കണം. ഇനിയിപ്പോൾ ഇവിടേക്കാണെങ്കിൽ ചീത്തലടിച്ചിട്ട് വയ്ക്കണമില്ല. ഇനിയിപ്പോൾ ഇവിടെ തീ പിടിപ്പിച്ചാൽ കഴിയുമെന്ന് അറിയില്ല. ഓലക്കോടി വരെ നനഞ്ഞിട്ടുണ്ട്. മാത്രം മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ല, നല്ല മഴയാണ്. പേടിയാണ് ഇപ്പോൾ മഴ പെയ്യണം. അപ്പുറത്ത് ആ തേക്ക് വീണുകൊണ്ട് ഉള്ള മരങ്ങൾ ബുഗോ എന്നുള്ള ഇങ്ങനെ ഒരു വേച്ചാറാണ് കേട്ടോ. ഇതേമോളാണെങ്കിൽ അങ്ങനത്തെ ആട്ടിയിട്ട് തോള് പോകുന്നുള്ളൂ. ഇങ്ങോട്ട് തന്നെ വരികയാണ്. കണ്ടില്ലേ, കാറ്റൊക്കെ അടിച്ചിട്ട് ശരിക്കും കാണുന്നവർക്കല്ല, ശരിക്കും നല്ലോണം കാണുന്നുണ്ട്. വീഡിയോ എടുക്കണേൽ അത്ര കാണില്ല എന്നാക്കി തോന്നുന്നത്. ഇങ്ങനെ മഴ ചെയ്താൽ എന്തായാലും ചെയ്യാൻ റബ്ബേ. പുറത്ത് നല്ല മഴയാണ് ഗേസ്. അകത്ത് നല്ല പണികളും ഉണ്ട്. പാത്രമൊക്കെ കഴിച്ചാൽ കുറച്ച് കഴിഞ്ഞിട്ട് ഓടുക്കൊണ്ട് അടുക്കാൻ പറ്റാം. അപ്പം ഇനി ഇതൊക്കെ ഒന്ന് ക്ലീനാക്കി റെഡിയാക്കി എടുക്കട്ടെ ഗേസ് അല്ലേ. ഇജ്ജ് എങ്ങോട്ടാ കയറണേ? ആ ആരോടെ ഉള്ളേ? ഹാന്നോ? നിങ്ങൾ ഇക്കാക്കനെ റോട്ടുമ്പോൾ കൊണ്ടുപോയാക്കാൻ വെച്ച് ട്രൗസറും കുപ്പായൊക്കെ ശരിക്കും ഇട്ടെടുത്ത്. കുപ്പായ ഇട്ടീനി, ട്രൗസർ ഇട്ടില്ലേ, അതൊക്കെ ഇട്ടെടുത്ത് റെഡിയായി നിന്നപ്പം ഇക്കാക്ക ആരെപ്പോഴാ പോയേ? എങ്ങോട്ടാ പോയേ? എന്നേ ആരപ്പോ? ഇപ്പച്ചിൻ്റെ അപ്പോ? എന്നേ നീ അതുകൊണ്ട് ഇറങ്ങിയ താഴത്തേക്ക് ഇറങ്ങിയ മേ ഇതുമോള് വികട്ടെ റെഡി വാ. കേറണ്ട ഞാൻ പോവാ. അങ്ങനെ കുറച്ചൊന്ന് മഴ കുറഞ്ഞതിന് വിചാരിച്ചാൽ ഇവിടെ വന്ന് നോക്കിയത്. അപ്പോൾ ആണെങ്കിൽ ചീറ്റിലടിച്ചിട്ട് പുറത്ത് അടുക്കള മുഴുവൻ നഞ്ഞാകെ ക്ഷീണിക്കുന്നു ഗേസ്. ഓലക്കൂടി ഇതാ കത്തി പിടിച്ചോന്ന് പേടിച്ചിട്ട് അവിടെ നിൽക്കുക. ഏതായാലും തീ അവിടെ കത്തുന്നുണ്ട്. അപ്പോൾ തീ കത്തിനെ നോക്കി നിന്നിട്ട് കാര്യമല്ല. ഇവിടെയൊക്കെ എത്തിയിട്ടുണ്ട്. അകത്തേക്ക് വരെ ചീത്തലടിച്ചാണ്ട് വെള്ളം എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ പാത്രം കഴുകാൻ പോവാണ്. പാത്രം കഴുകിയിട്ട് അകത്തുള്ള ഏകദേശമൊക്കെ ഇപ്പം ഞാൻ റെഡി ആക്കിയിരിക്കുന്നത്. ഇനി ബാക്കിയുള്ളതും കൂടി റെഡി ആക്കട്ടെ കേട്ടോ. എന്താ ദഹരേ പണി? എന്താണ് പണി? കാക്ക കുളിച്ചേ ഇവിടെ? ഏത് വാശിയെ പറ്റി പറയണേ? തിരിയണില്ലല്ലോ മോളെ, തിരിയണില്ല. അപ്പം ഇന്ന് വീഡിയോ എടുത്തിട്ടൊന്നും അങ്ങോട്ട് മുഴുവനാവണില്ല കേട്ടോ. ഇന്ന് നല്ലൊരു മഴ പെയ്ത് ഇടിയും വെട്ടി അങ്ങോട്ട് ചോർന്ന്.
അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ചെന്തെങ്കിലും പറയാം. ഇന്നൊരു പ്രത്യേക ദിവസമാണ്. ഞാൻ തുടക്കത്തിൽ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞിനി. ഞങ്ങളിന്ന് ഈ വീട്ടിൽ കുടിയിരുന്നിട്ട് 7 വർഷമായിട്ടൊന്നേക്ക് 7 വർഷം മുമ്പ് ഒരു ജൂലൈ 8-നാണ് ഞങ്ങൾ കുടിയിരുന്നത്. ജൂണിൽ ഞങ്ങൾ കുടിയിരിക്കാൻ നിന്ന് അതിൻ്റെ ഇടയിൽ കുഞ്ഞാവക്ക് ഡെങ്കിപ്പനി വന്ന് അങ്ങനെ ഒരു മാസം കിടപ്പിലായി. ഒരു മാസമല്ല 10-20 ദിവസം 25 ദിവസം കിടപ്പിലായി. അങ്ങനെ അത് കഴിഞ്ഞാൽ രണ്ടാമത് കുടിയിരിക്കലിൻ്റെ തീയതിയൊക്കെ നിശ്ചയിച്ചാണ്ടാണ് കേട്ടോ ജൂലൈ 8-ന് കുടിയിരുന്നത്. അന്ന് ഫാദിമോന് 1 വയസ്സാവാനായിട്ടുള്ളൂ. അപ്പോൾ ഈ മാസം 15-ാം തീയതിക്ക് ഫാദിക്ക് 8 വയസ്സും ആവും കേട്ടോ. ഓല് കുടിയിരിക്കലും ഓൻ്റെ വയസ്സും തമ്മിലാകെ ഒരു കൊല്ലത്തെ മാറ്റമാണുള്ളത്. ഒരു കൊല്ലമല്ല, അത്ര മാറ്റം. ഒരു കൊല്ലത്തിന് 15-ാം തീയതി എന്ന് പറഞ്ഞാൽ ഒരു 8 ദിവസത്തെ മാറ്റമൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അത്ര മാറ്റമുള്ളൂ. അപ്പോൾ അങ്ങനെയാണ്. അപ്പം ഇന്ന് ആണ് ആ ദിവസം. അപ്പോൾ ഞങ്ങൾ ഈ ഒരു പേരെടുക്കാൻ വേണ്ടിയാണ്ട് ഒരുപാട് കഷ്ടപ്പെട്ട്, ഒരുപാട് എങ്ങനെയാ ഇപ്പോൾ പറയാ, എല്ലാവരും ഇപ്പം അങ്ങനെയൊക്കെ തന്നെ ഇരിക്കാനും ഒരുവിധം എല്ലാവരും അങ്ങനെയല്ലേ. ലോണൊക്കെ എടുക്കുകയാണെങ്കിൽ അടവെടുക്കാനേ ഉണ്ടാവുള്ളൂ, ഒറ്റയടിക്ക് തീർക്കും, അങ്ങനെയാണല്ലോ. പക്ഷെ ഞങ്ങളതൊക്കെ കുറേ വർഷങ്ങൾ എടുത്തിന് ഈ ഒരു പേരായി കിട്ടാൻ കേട്ടോ. ഇപ്പം ഞാൻ എൻ്റെ ഹോം ടൂറിൻ്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു പെയിൻ്റ് അടിച്ചിട്ട് തന്നെ ഇപ്പോൾ 3-4 മാസമായിട്ടുള്ളൂ. അതിൻ്റെ മുമ്പ് അതേപോലെയുള്ള ഒരു പേര് തന്നെ, ഇനി ഒരു മാറ്റമില്ല എൻ്റെ ഈ പേരക്ക്. അപ്പം ഇപ്പം പെയിൻ്റ് അടിച്ചപ്പം പിന്നെ ആ പെയിൻറ്റിൻ്റെ ഒരു മാറ്റമുണ്ട്, അല്ലാതെ വേറൊരു മാറ്റവും ഇല്ല. അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ പെര 2-3-4 കൊല്ലം കഷ്ടപ്പെട്ട് എടുത്ത പെരയാണ്. തറ കെട്ടിയാണ്ട് 1-2 കൊല്ലം ഇട്ട്, പിന്നെ കഴിഞ്ഞ് പെരെടുക്കാൻ 1-2 കൊല്ലം പിടിച്ച്. ഈ പെരെടുക്കാൻ 1-2 കൊല്ലം പിടിച്ചെന്ന് പറഞ്ഞാൽ ഇതിക്ക് പാർക്കാനുള്ള സമയം പിടിച്ചത് പഞ്ചായത്തിൻ്റെ പെരയാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അങ്ങനെ പഞ്ചായത്തിൽ നിന്ന് പൈസ കിട്ടണമെങ്കിൽ കുറച്ച് താമസമാണല്ലോ, ആക്കും പോലെയല്ലേ കിട്ടുള്ളൂ. അങ്ങനെ നേരം വൈകിയതാണ്. പിന്നെ എൻ്റെ പണ്ടൊക്കെ എടുത്താണ് ഉണ്ടാക്കിയത്. പണ്ടത്തിൻ്റെ കഥ വേറെ, ആ കഥ പിന്നെ ഞാൻ പറയണമെന്നല്ല. അപ്പം നമ്മൾ ബുദ്ധിയില്ലാത്ത സമയത്ത് എന്തൊക്കെയോ അങ്ങോട്ട് പെട്ടുപോയിനി. അപ്പം ഞാൻ ആ കഥയൊന്നും ഇപ്പം ഞാൻ പറയണില്ല. അങ്ങനെ എൻ്റെ പണ്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ പേര് എങ്ങനെ കിടക്കൂല കേട്ടോ. ആ പണ്ടം മുഴുവൻ വിറ്റുണ്ടെങ്കിൽ ഇപ്പം വിറ്റൊക്കെയാണെങ്കിലും ഇടാനും അതിൻ്റെ അപ്പുറമൊക്കെ എൻ്റെ അടുത്തുണ്ടായിനി. അതിപ്പം അങ്ങനെ ഒരു വലയിൽ പെട്ടുപോയിനി. അപ്പോൾ അതുകൊണ്ട് അതിന് കുറച്ച് പൈസ ആ പണ്ടത്തിൻ്റെ നിന്ന് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഈ പേര് എങ്ങനെ കിടക്കുന്നത്. അല്ലെങ്കിൽ അടി വരെ ഇട്ട് ഫുള്ള് പണിയും കഴിഞ്ഞിനി, ഉള്ളത് ഫുള്ള് പണിയും കഴിഞ്ഞിനി കേട്ടോ. അങ്ങനെ പെട്ടു. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ ആ കഥ പറയാത്തത്. പിന്നെ പഞ്ചായത്തിൽ നിന്ന് അന്ന് 2 ലക്ഷം റുപ്യ എനിക്ക് കിട്ടാനായി. അന്ന് 650 സ്ക്വയർ ഫീറ്റിലെ പേരെടുക്കാൻ പറ്റുള്ളൂ. ഇനി പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീട്ടിയെടുത്തിനി. അന്ന് ആ ഹോം ടൂറിൽ എന്തൊക്കെയോ പറയണം വിചാരിച്ചിട്ട്, പക്ഷേ എന്തൊക്കെയോ പറയാത്തതുണ്ട്. ഏതെങ്കിലും പോലെ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ആ ദിവസമാണ്. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് പറയാമെന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. 7 വർഷമായില്ലേ, അൽഹംദുലില്ലാ എന്ന് പറയാം. ഇത് ഇല്ലാത്തവരുണ്ട് എന്ന് ഞാൻ എത്രയോ വട്ടം പറയുന്നുണ്ട് കേട്ടോ. എങ്ങനെയെങ്കിലും ആയാലോ. ഞാൻ അടിയിടാനോ അല്ലറ ചില്ലറ പരിപാടി മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ കഴിഞ്ഞാണ് കേട്ടോ. ഇങ്ങനെ തന്നെ ആയി കിട്ടിയാൽ തന്നെ വലിയ കിട്ടലല്ലേ. അപ്പം ഞാനിന്ന് അതിനെപ്പറ്റി പറഞ്ഞാണ്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും ഫുള്ളായിട്ട് പറയാമെന്ന് പറഞ്ഞാൽ അതൊന്നും ചിലപ്പോൾ പറഞ്ഞോളണമെന്നില്ല. ചിലപ്പോൾ ചിലതൊന്നും പറയാൻ കിട്ടൂല. അങ്ങനെ പറയുമ്പം പറയാനുള്ളതൊക്കെ അങ്ങനെ തീരുമാനിച്ച് വെക്കും. പക്ഷെ നമ്മൾ പറയാൻ നേരത്താകുമ്പോൾ അതൊന്നും കിട്ടൂല. അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. എനിക്കാണ്, എല്ലാവർക്കും അങ്ങനെയാണല്ലോ. പിന്നെ എഴുതിയൊക്കെ വെച്ചാണ്ടൊക്കെ പറയണം. അതിനൊന്നും ഇപ്പോൾ നേരമല്ലല്ലോ. ഇതിപ്പോൾ ഞാൻ അടുക്കള പണി എടുക്കണോടത്ത് വന്നതാണ്, പാത്രം കഴിച്ചാണ്ട്. അപ്പം ഞാൻ എന്തായാലും പറഞ്ഞു പോകാൻ വിചാരിച്ച്. അപ്പം ഇനിയും കുറേ പണികളൊക്കെ ബാക്കിയുണ്ട്. ഇൻഷാ അല്ലാഹ് ഒക്കെ ശരിയാകുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു കാറ്റും പെയ്ത് ഈ ചെറിയൊരു ഇടിയൊക്കെ വെട്ടി അങ്ങോട്ട് ചോർന്നിക്കണം കേട്ടോ. മക്കളൊക്കെ സ്കൂൾക്ക് കഴിഞ്ഞിട്ട് മോള് ഇവിടെ ഉണ്ട്. ഓളിപ്പോൾ എന്താണെന്ന് ഒച്ച ഉണ്ടാക്കാനൊന്നും വരുന്നില്ല. അപ്പോൾ ഞാൻ പെട്ടെന്നാണ്ട് വീഡിയോ എടുത്തതാണ്ട്, തട്ടെടുത്തിട്ടാണ്ട് തട്ട മുണ്ടേന് തലയിലൊക്കെ അതൊക്കെ ഒഴിവാക്കിയാണ്ട് 2 വാക്ക് പറയാമെന്ന് വിചാരിച്ചിട്ട് മാത്രം വന്നതാണ്. ഇനിയിപ്പോൾ കുറേ പറഞ്ഞാണ്ട് ഞാൻ ചട്ടിപ്പിച്ചണില്ല. അങ്ങനെ ഇപ്പോൾ 7 വർഷം അയക്കണം. ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കുറേ പ്രത്യേകതയുള്ള ദിവസമാണ് കേട്ടോ. 8-ാം തീയതിക്ക് ഞങ്ങൾ കൂടിയിരുന്നിട്ട് 7 വർഷം. പിന്നെ 15-ാം തീയതി ഫാദിമോൻ്റെ ബർത്ത്ഡേ, 16-ാം തീയതി എൻ്റെ ബർത്ത്ഡേ, പിന്നെ 24-ാം തീയതി ഞങ്ങളെ വെഡിങ് ആനിവേഴ്സറി. അങ്ങനെ ഈ ജൂലൈയിൽ കുറേ ഇതുണ്ട് കേട്ടോ. അപ്പോൾ ഈ ജൂലൈ വരുമ്പോൾ എനിക്ക് പ്രത്യേക ഒരു ഓർമ്മ വരില്ല. ഞാൻ എന്ത് സ്റ്റാറ്റസ് ഇട്ടില്ലെങ്കിൽ ഈ ജൂലൈത്തെ ഈ 4 കാര്യങ്ങൾ സ്റ്റാറ്റസ് ഇടാൻ ഇപ്പോൾ 2-3 കൊല്ലമായിട്ട് തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ എൻ്റെ ബർത്ത്ഡേ അങ്ങനെ സ്റ്റാറ്റസ് ഇടില്ല. ഇപ്പോൾ 2-3 കൊല്ലമായിട്ട് ഇങ്ങനെ സ്റ്റാറ്റസൊക്കെ ഇടലുണ്ട്. കുറേ ആൾക്കാർ വിഷ് ചെയ്തിട്ടൊന്നുമല്ല, നമ്മളൊരു സന്തോഷം. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അത് കൂടി ഇരുന്നിട്ട് 8 വർഷമായിട്ടോ. അപ്പോൾ അതൊന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതുവരെയും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ചില വീഡിയോസ് അങ്ങനെ കയറിപ്പോകും, ചില വീഡിയോസ് അങ്ങോട്ട് താഴത്തേക്ക് പോകും. എന്നാലും കുഴപ്പമില്ലാതെ അങ്ങനെ വ്യൂസൊക്കെ ആയിട്ട് പോകണം. ഹിന്ന ബേസ്റ്റ് ഇത് തന്നെ വലിയ കിട്ടലാണല്ലോ. ഞാൻ പറയുമ്പോൾ ആർക്കും ഷെയർ ചെയ്യലുള്ള, ആർക്കും അറിയാത്തൊരിതായതുകൊണ്ട് യൂട്യൂബിൽ തന്നെ ഇട്ടിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആഞ്ഞൊന്ന് സപ്പോർട്ട് ചെയ്താൽ നമ്മൾ കഴിച്ചിലാകും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ. കമൻറ്റൊക്കെ കുറവാണ്, കമൻറ്റൊക്കെ കാണാൻ പൂതിയായിക്കണ് ഗേസ്. ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ഇട്ടുകൂടെ ഞങ്ങൾക്കൊക്കെ. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത് ജൂലൈ 7-നാണ്.
ജൂലൈ 7 അല്ലല്ലോ, ജൂലൈ 8-ന്, ജൂലൈ 8 അപ്പോൾ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്താണ്ടി കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ അടുക്കള വിശേഷമൊക്കെ ആയിട്ട് കാണാം. നമുക്ക് അടുക്കള വിശേഷം തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ പറയാൻ. പിന്നെ നമ്മൾ വേറെ സ്ഥലത്തേക്കൊന്നും പോലെ, പിന്നെ കാര്യമായിട്ട് പോലെ വാദിമാരെ ഡോക്ടറെ കാണിച്ചാലാണ്, വേറെ എടുക്കും നമ്മളങ്ങനെ ഇറങ്ങലില്ല, കാര്യമായിട്ട് പുറത്തിറങ്ങൽ. പിന്നെ ഇവിടെ കുനിയും അങ്ങാടിക്കും ഓരോ കാര്യത്തിന് പോകണമെന്ന് ഞാൻ എടുക്കലില്ല കേട്ടോ. അങ്ങനെ കാര്യമായിട്ട് നമ്മൾ ലോങ്ങായിട്ട് പോലെ അതിനൊക്കെ തന്നെയാണ് പുറത്തിറങ്ങൽ, സാധാരണ പുറത്തിറങ്ങൽ. പിന്നെ മഴ ആയതുകൊണ്ട് തീരെ പുറത്തിറങ്ങിയല്ല, എൻ്റെ നടന്നിട്ടില്ല. അപ്പോൾ എന്തായാലും ഞാൻ വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.